രേണുസുതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ, ചെറിയൊരു വീഡിയോ മാത്രമാണ്. ആദ്യം തന്നെ പറയാം, രേണുവിൻ്റെ കാര്യം കേൾക്കണ്ട എന്നുള്ളൊരു സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളങ്ങ് പൊക്കോ, നിങ്ങൾ കണ്ട. ഇപ്പോൾ രേണുവിനെ കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നീ എന്നാടാ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, 2-3 കേസ് കിട്ടില്ല, അവർ നിരപരാധിയാണ്. പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, നമ്മൾ എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ഫാമിലിയിലും അങ്ങനെ ഒരാൾ സംഭവിച്ചിട്ടുണ്ട്. എന്നെ എടുത്തി വളർത്തിയ ഒരു അമ്മയുണ്ട്. അമ്മ ആ ഒരു അസുഖം കൊണ്ടാണ് പോയത്. ഞാൻ ഇന്ന് 7th പഠിക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, രേണുവിൻ്റെ ഫസ്റ്റ് കീമോ കഴിഞ്ഞതിന് ശേഷമാണ് അവരിടയ്ക്കൊന്ന് വയ്യാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസമായപ്പോൾ അവർ ഓക്കെ ആയതിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്തത്. ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അവർ അത്യാവശ്യം എയറിലായിരുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നത്, ക്യാൻസർ ആണോ ഇവളെന്തിനാ ഈ വന്ന് ഈ സോഷ്യൽ മീഡിയ കള്ളം കാണിക്കുന്നത്, അന്ന് ഇങ്ങനെ കിടന്നവൾ ഇപ്പോൾ കിടന്നിട്ട് അലറി വിളിക്കുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ. അത് കീമോ ചെയ്ത് കഴിയുമ്പോൾ ഒരു 3-4 ദിവസം ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, ഇപ്പം രണ്ടാമത്തെ ആ ബുദ്ധിമുട്ടുണ്ടായതിന് ശേഷം അവർക്ക് വെയിറ്റ് 34 കിലോ ആയിരുന്നു. പിന്നെ അത് 36 ആയപ്പോഴാണ് ഈ 3-4 ദിവസം മുമ്പ് വീണ്ടും ഒരെണ്ണം നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം വീണ്ടും അവർ ICUലോട്ടായിട്ട് ഇപ്പോഴും അവിടെ തന്നെയാണ്, ഹോസ്പിറ്റലാണ് പുള്ളിക്കാരി. അപ്പം നേരത്തെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പം അതുമില്ല. എന്താ പറയണ്ടേ, അങ്ങോട്ട് ഓക്കെ ആയി വരുന്നുമില്ല. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർ, പണ്ട് എന്നെ തെറി വിളിച്ച ആൾക്കാരൊക്കെ എന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 3-4 പേര് അയച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ പേഴ്സണലി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് കരുതി, ഒരു കൊച്ചൊരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് കരുതി മാത്രമാണ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം എന്താ പറയുക, അതിന് ശേഷം വൊമിറ്റിംഗ് ആണ്, അവർക്ക് പറ്റുന്നില്ല, ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും തളർച്ച പോലെ, നിൽക്കാനേ പറ്റുന്നില്ല. ഒരാളുടെ സഹായം വേണം പുള്ളിക്കാരിക്ക്, 1-2 ആൾക്കാരുടെ സഹായം വേണം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഒരു വീഡിയോ നമ്മുടെ അൻഷാദ് എടുത്ത സമയത്ത് എല്ലാവരും കൂടെ തെറി വിളിച്ച് ഓർമ്മയില്ല ഒരുത്തനെ, ഈ പറയുന്ന തൊട്ട് രേണു ജീവൻ കളയാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളൊരു വീഡിയോ ഇട്ടില്ലേ. ആദ്യത്തെ ഇതിനകത്ത് പുള്ളി ഉണ്ടായിരുന്നു തോന്നുന്നു, കൂടെ എല്ലാ കാര്യത്തിനും പുള്ളിക്കാരനുണ്ടായിരുന്നു. ഇപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവരെല്ലാം പുള്ളിയും കൂടെ ആയിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്മൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വിമർശിച്ചിട്ടൊക്കെയാണ്, ശരിക്കും വിമർശിച്ചിട്ടുണ്ട്. അത് എന്താ പറയണ്ടേ, ഇവർ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോഴും അത് പൊളിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം അവരുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമെന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമാണ്. അതും ഞാനെപ്പോഴും പറയാറുണ്ട്, 4th സ്റ്റേജ് കാറ്റഗറി C, അതും നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ അത് എന്താ പറയണ്ടേ, ഇപ്പം കുറേ ആൾക്കാർ ഈ അടുത്ത് അൻഷാദ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തല്ലോ, മറ്റുള്ള തൂങ്ങിയ കേസ് കേട്ടൊക്കെ. ഞാൻ എൻ്റെ വീഡിയോ വന്നിട്ടുള്ള കാര്യം തുറന്നു പറഞ്ഞു, അതിതായിരുന്നു സംഭവം. ആ പുള്ളി പറഞ്ഞതിൽ ന്യായമൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയൊന്നും ചെയ്യുന്നില്ല. എങ്ങനെയായാലും നിങ്ങളോടൊന്നേ എനിക്ക് പറയാനുള്ളൂ, പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. അപ്പം പലവരും പറയാം, നിലപാടില്ലാത്തവൻ, അങ്ങനത്തവൻ, ഇങ്ങനത്തവൻ, മറ്റേടത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ പറയുന്ന പോലെ എനിക്ക് സമാധാനത്തോടെയാണെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റും. കാരണം ഞാൻ അതുപോലെ പറഞ്ഞിട്ടുമുണ്ട്. 2-3 കേസുകളില്ല, സ്വർണ്ണക്കടത്ത് കേസ്, പെണ്ണുങ്ങളെ കയറ്റിക്കൊണ്ടുപോകുന്ന കേസുകളൊക്കെ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഏകദേശം ആ കാര്യത്തിലൊക്കെ അവർ നിരപരാധിയാണെന്ന് മനസ്സിലായത്. അത് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞു. അതിനുശേഷം എനിക്ക് നെഗറ്റീവ് വന്നു. പിന്നെ വേറൊരു കേസ് കേട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിനെ കുറിച്ച്. ഞാനിപ്പോൾ അതിനോട്ടൊന്നും വരുന്നില്ല. അത് എനിക്കെന്നല്ല, അത്യാവശ്യം ആൾക്കാർക്ക് അറിയാമെന്ന് ബോധ്യപ്പെട്ടവർക്കെല്ലാം അതുകൊണ്ട് അവർ ഈ പറയുന്ന കൂട്ടുകാരികളെതിരെ സംസാരിക്കാറില്ല. അനീഷ് വ്ളോഗില്ലേ, പ്രത്യേകിച്ച് അനീഷിൻ്റെ കാര്യത്തിലാണ്. അനീഷ് എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളും വിമർശിച്ച ഒരു വ്യക്തിയാണ് അനീഷേട്ടൻ ഞങ്ങളെക്കാളും ഇത് വിമർശിച്ച ഒരാളാണ്. അനീഷേട്ടൻ വന്നിട്ട് ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, വിവരമുള്ളവർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം വേറെ കുറേ ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്താണ് അതിൻ്റെ സംഭവം, എന്താണ് അതിൻ്റെ റിയാലിറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്, നല്ല രീതിയിൽ മനസ്സിലായി. അപ്പം അവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഇനി മുതൽ അവർക്ക് സപ്പോർട്ട് ചെയ്തേ സംസാരിക്കത്തുള്ളൂ. ശത്രുവിന് പോലും ചില അവസ്ഥകൾ വരാതിരിക്കട്ടെ ആ ഒരു കാര്യത്തിൽ. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പം അവരുടെ ഫാമിലി ആണെങ്കിൽ പോലും ഇപ്പം കാണുന്നിടത്ത് ഞാൻ അറിഞ്ഞൊരു വിഷയം, ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ട് പറയാം, പ്രാർത്ഥിക്കണേ. പിന്നെ ഒരു റീല്, നമ്മൾ ഈ പുള്ളിക്കാരിയുടെ റീലൊക്കെ കാണുമല്ലോ, ചേച്ചി കിടന്ന് കരയുന്നത്, അച്ഛനും അമ്മയും കിടന്ന് കരയുന്നിടത്തൊക്കെ ഷൂട്ട് ചെയ്ത്, അവരുടെ ലോഗോ എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്ത് പ്രഹസനമാണ് സജീന്ന് തോന്നുകയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ ലോകം അതാണ്. അവർ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ.
അവർ മുകളിൽ ഇരിക്കുന്ന ആളിന് മാത്രമേ ഉള്ളൂ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ ഈ ക്യാൻസർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. എല്ലാവരും സൂക്ഷിക്കുക. അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നതും അല്ലാതെ പറയുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം. തൊപ്പി കേസ് കേട്ട് ഇപ്പോൾ കണ്ടില്ലേ, തൊപ്പി അങ്ങോട്ട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിടുക അങ്ങോട്ട് ചെയ്ത് വലിയ സീനായില്ലേ, ഒരു വീഡിയോസിൻ്റെയൊക്കെ ഭയങ്കര സീനായല്ലോ. അതുപോലെ തന്നെ വേറൊരു യൂട്യൂബറുണ്ട്, എന്തുവാ അദ്ദേഹത്തിൻ്റെ പേര്, രാജൻ ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഒരു വള്ളി. അതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഇങ്ങനെ നിരന്തരം ഇത് ചെയ്യുന്നതിന് വകുപ്പിട്ട് വേണമെങ്കിലും പണി വെക്കാം. ഞാനുള്ള കാര്യം തുറന്ന് പറയാം, സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലത്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ പറയും നിലപാടില്ലാത്തവനെന്നൊക്കെ വന്നിട്ട് ഇടാം, രേണുവിൻ്റെ തന്തയാണോ എന്നൊക്കെ വന്നിട്ട് കമൻറ്റ് ഇടാം. ഇടുന്നവരൊക്കെ ഇട്ടോ, ആർക്കും ഈ ഒരു രോഗം വരാതിരിക്കുക, അവസ്ഥ വരാതിരിക്കുക. എനിക്കത് മാത്രം നിങ്ങളോട് പറയാനുള്ളൂ. പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. നിങ്ങൾ പറയില്ല, നീ കുറേ അവളെ കൊച്ചു അരി ഉണ്ടാക്കി തിന്നില്ലടാ നായേ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. കുറേ ആൾക്കാരൊക്കെ കിടന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ ഒരു നന്ദിയാണോ നന്ദിയോ കൂറോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ മതി, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. പക്ഷേ എനിക്കിപ്പം സമാധാനത്തോടെ ഇരിക്കാം, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. നാളെ ഞാൻ ഇത്രയൊക്കെ വിമർശിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ഒന്നും പറ്റാതിരിക്കട്ടെ, അത് വേറെ കാര്യം, പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പോലെ ആയിരിക്കത്തില്ല, ഞങ്ങൾ ഈ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നൊക്കെ വെച്ചാൽ. ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കാം. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചീത്തയാവും. ഞാൻ ചിലപ്പോൾ ഓൾറൗണ്ടറാണ്. എൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് എപ്പോഴാണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് ഒരാളാണ്. അങ്ങനെ പിന്നെ പറ്റുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാനും പറ്റും. എന്തായാലും ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചാണെങ്കിലും വീഡിയോസ് ഇടുന്ന ആൾക്കാരോടും കൂടാണ് ശ്രദ്ധിക്കുക. ആരോടൊന്നും പേഴ്സണലോട്ട് സംസാരിക്കാനോ വിളിച്ച് പറയാനോ ഒന്നും ഞാൻ നിൽക്കുന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ആരോടും അങ്ങനെ വലുതായിട്ട് സംസാരിക്കാറൊന്നുമില്ല, കോൺടാക്റ്റും ഒന്നും ചെയ്യാറില്ല. സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് അങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുന്നത്. കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നുമില്ല. ഓക്കെ, അപ്പം അവർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴും അവർ ICUവിലാണ്. ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയും, ഇപ്പോഴും അവർ ICUവിലാണ്, അവിടെ കിടക്കുകയാണ്. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടേണ്ടത് നല്ലത് മാത്രം. അത്ര ഞാൻ ഈ ഒരു കമൻറ്റ് ബോക്സ് ഞാൻ പോസിറ്റീവ് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നല്ലത് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, അത് ആരായാലും ശരി. പിന്നെ എല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് അവൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും വേണ്ട, ഒരു നല്ലത് ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം, ദൈവമേ ഒന്നും വരുത്തണ്ട, അത്രയും മാത്രം ചെയ്താൽ മതി. അത് ഏറ്റവും വലിയൊരു നല്ല കാര്യമായിരിക്കും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങോട്ട് ദയവ് ചെയ്ത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, നിലപാടില്ലാത്തവൻ പോവാ. ഞാൻ കുറേ പേഴ്സണലൊക്കെ കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഇപ്പം എനിക്കാ വരണ്ടേന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എനിക്കൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതുപോലെ വിമർശിച്ചിട്ടുണ്ട്. ഒരു 100-300 വീഡിയോ അല്ല, നിങ്ങൾക്കറിയാം. ഡെയിലിയിലെ രാവിലെ ഉച്ചയ്ക്ക് 4-6 വീഡിയോ വരെ ഇതുണ്ടായിരുന്നു. എടുക്കുക, അടിക്കുക, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റയിൽ പോയി പറയുക, 4 പറയാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത ആ ഒരു രീതിയിലായിപ്പോട്ടോ. കഴിഞ്ഞ വർഷം ജൂലൈയിലൊക്കെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ്. ഈ വർഷം നേട്ടം അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഇത് കർമ്മയാണോ എന്ന് എനിക്കറിയത്തില്ല. കർമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ. കർമ്മയായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഈ കിടന്ന് ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളെ നല്ല കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ബൈ.